എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന ഈ കാഴ്ചകൾ മഴക്കാലത്തിന് ശേഷം ഒരു വിളവെടുപ്പിന് ശേഷം ഏലത്തിന് ചെയ്യുന്ന ഒരു വേനൽക്കാലത്തിന് മുമ്പായിട്ടുള്ള ഒരു വളപ്രയോഗവും മണ്ണ് വിതറൽ എന്ന് പറയുന്ന ഒരു വലിയ മണ്ണ് തൂളൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് വിവിധ ഇനത്തിൽപ്പെട്ട 10-12 ഇനത്തിൽപ്പെട്ട ജൈവവളങ്ങളാണിത്. ഇത് ബയോ പൊട്ടാഷ് മുതൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെ 8 കൂട്ടം പിണ്ണാക്ക്, ബയോ പൊട്ടാഷ് പോലെ അങ്ങനെ 12 കൂട്ടം സാധനങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ പണിക്കാരുടെ ഒരു ദൗർലഭ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇല്ലെങ്കിൽ അതിഥി തൊഴിലാളികളാണ് ഈ കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ അവർ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് വില നമുക്ക് കൂടുമെങ്കിലും, രാസവള പ്രയോഗത്തേക്കാൾ കുറച്ച് വില കൂടുമെങ്കിലും ഇത് ഈ കൂടുതൽ നാൾ ഈട് നിൽക്കുകയും ചെടികൾക്ക് നല്ലതാണ് എന്നും പറയുന്നു. ഇപ്പോൾ അങ്ങനെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചോട്, അതായത് ഏലത്തിൻ്റെ വിളവെടുപ്പിന് ശേഷം അതിൻ്റെ ഏലമൊന്ന് ഒരുക്കി അതിൻ്റെ ചുവട്ടിലെ ഈ പുല്ല് വെള്ളമൊക്കെ പറിച്ച് നീക്കി അതിനുശേഷം അങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു തടമുണ്ട്. ആ തടത്തിലേക്കാണ് ഇത് പ്രയോഗിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ വീണ്ടും കൊണ്ടുപോകാം. ഇപ്പം ഇത് എല്ലാ കൂട്ടവും നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നമ്മൾ ഈ കടയിൽ നിന്ന് കൂട്ടുവളങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചം. അതിനകത്ത് പല സാധനങ്ങളും ഇപ്പോൾ രാജ്ഫോസ് പോലെ അല്ലെങ്കിൽ വില കുറഞ്ഞ സാധനങ്ങൾ കൂടുതലായിരിക്കും, അല്ലാത്ത ഉള്ള വസ്തുക്കൾ കുറവുമായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ എത്ര കിലോ എത്ര ചെടിയുണ്ട് അത്ര ചെടിക്ക് കണക്ക് കൂട്ടിയിട്ട് ഏതൊക്കെ വസ്തുക്കളാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്ത് അത് കൃത്യമായ അനുപാതത്തിൽ നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് കണക്കിൽ കിട്ടും. അതാണ് മഗ്നീഷ്യം ആണ് ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നേട്ടം. അപ്പോൾ വില കുറച്ച് കൂടുതലാകുമെങ്കിലും നമുക്ക് നമ്മുടെ പറമ്പിലേക്കല്ല നമ്മൾ ഇടുന്നത്, അപ്പോൾ അതിൻ്റെതായ ഒരു ഗുണം നമുക്ക് ഉണ്ടാകണമല്ലോ. ആ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്ന സാധനമാണ്. വേപ്പിൻ പിണ്ണാക്ക് നമുക്കറിയാം ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ കീടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രധാന പങ്ക് വഹിക്കുന്നൊരു സാധനമാണ്. ഇതെല്ലാം കൂട്ടി നന്നായിട്ട് ഇനി ഇവർ മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ തോട്ടത്തിലേക്ക് കൊണ്ട് വിതറുന്ന സംഭവമാണ് അടുത്തത് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. വളരെ ശ്രദ്ധയോടു കൂടിയാണ് അവരത് ചെയ്യുന്നത്. ഒട്ടും സാധനം പാഴാക്കാതെ, ഒരു സാധനമൊന്നും പുറത്തേക്ക് പോകാതെ ഇട്ടിരിക്കുന്ന ടാർപോളിന് പുറത്തായിട്ട് കൃത്യമായിട്ട് നമ്മളെക്കാൾ ഉത്തരവാദിത്വപരമായിട്ടാണ് അവരത് ആ കാര്യങ്ങൾ മിക്സ് ചെയ്യുന്നതും. ഒരു തരി പോലും പാഴാക്കാതെ വളരെ അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് ഈ തൊഴിലാളികൾ ചെയ്യുന്നത്. ശരിക്ക് ഇവരില്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ കൃഷി വേലകൾ വളരെയേറെ കഷ്ടതരമാകുമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഞങ്ങളുടെ ഇപ്പോൾ ഈ മേഖലയിലൊക്കെ കണ്ടമാനം ഏലകൃഷിയിലേക്ക് ആളുകൾ തിരിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇവരില്ലായിരുന്നെങ്കിലുള്ളൊരവസ്ഥ വളരെ ഭീകരമാണ്. നമ്മുടെ നാട്ടിൽ പണിക്കാരില്ല, ഉള്ളവർ ചെയ്താൽ എത്താത്ത രീതിയിലുള്ള പണികളാണ്. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുവട് ഒരുക്കിയിട്ടിരിക്കുന്ന ഏലത്തിൻ്റെ ചുവട്ടിലേക്ക് ഈ വളം കൃത്യമായിട്ട് കൊണ്ടുപോയി വിതറുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. അത് ഈ ശരം എന്ന് പറയുന്ന സാധനം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വീഴാതെ അത് ഇങ്ങനെ കൈകൊണ്ട് പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണിൽ മാത്രം വീഴാവുന്ന രീതിയിൽ ഇടുന്ന ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ അത് മൊത്തം ഈ മണ്ണ് ചെറിയ നനവുള്ള സമയത്താണ് ഇത് ചെയ്യേണ്ടത്. ഈ വലിയ മഴക്കാലത്ത് ചെയ്താലും അത് നമുക്ക് പൂർണ്ണമായിട്ട് ഗുണം കിട്ടാതെ അത് ഒഴുകിപ്പോകാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇതാകുമ്പോൾ മണ്ണിന് ചെറിയൊരു തണുപ്പുണ്ട്. ആ തണുപ്പ് കൂട്ടി ഈ സാധനം മണ്ണിലേക്ക് അലിഞ്ഞിറങ്ങും. ഇതിന് ശേഷം നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് മുകളിൽ. വലിയ കനമില്ലാതെ മണ്ണ് വിരിച്ചു കൊടുക്കുകയാണ് ഈ വളം മൂടത്തക്ക രീതിയിൽ. അപ്പോൾ ആ മണ്ണ് ഈ ആ വളം വെയിലടിച്ച് പോകാതിരിക്കും. ആ മണ്ണ് കുറച്ചുകൂടെ നമ്മൾ ആദ്യം നട്ട്, ഇതിപ്പോൾ 2-ാം വർഷം ആകുന്നുള്ളൂ ചെടി. അപ്പോൾ അതിൻ്റെ തടമൊന്നും ശരിക്കും പൂർണ്ണമായിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഷേപ്പ് കുറവും വളർച്ച കുറവും എല്ലാം ഉണ്ട്. ഇനി മണ്ണും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം പോലെ ആക്കി വെക്കുന്ന ഒരു സമ്പ്രദായം അടുത്ത് നടക്കാൻ പോകുന്നു. ഈ വളം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് പുറകെ മണ്ണ് ഇടും. അതിപ്പോൾ അവരുടെ ആ പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ശരം എന്ന് പറയുന്ന സാധനം അവർ ചില ആളുകൾ ഈ പൊക്കി നിവർത്തി വെച്ചതിന് ശേഷം മണ്ണിടും. ചില ആളുകൾ ചിലപ്പോൾ ഈ മണ്ണ് അത് മൊത്തത്തിലൊക്കെ വാരി ഇട്ട് കഴിഞ്ഞിട്ട് ഈ ശരം കുടഞ്ഞ്, അതായത് ശരം മണ്ണിൽ പൂഴ്ന്നു പോകാതെ മുകളിൽ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള മണ്ണിടലാണ് നടത്തുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള വളപ്രയോഗമാണ് ഈ നടത്തുന്നത്. അതൊക്കെ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ സ്പീഡോടുകൂടി പണിയാനും ഈ പണിക്കാർ മിടുക്കന്മാരാണ് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ ചെയ്താൽ ഇനിയിപ്പം ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം നമ്മൾ ഈ മണ്ണും കൂടി വിതറി കഴിഞ്ഞാൽ ആ മണ്ണ് ഒന്നെങ്കിൽ നമ്മൾ
ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഈ മുകളിൽ തിടിലായിട്ട് ഇടിക്കാനുണ്ടെങ്കിൽ അത് ഇടിച്ച് ചുറ്റും ഇങ്ങനെ നിരത്തും. അതല്ല എങ്കിൽ നാലെണ്ണത്തിൻ്റെ ഇടയ്ക്കെന്നോ അല്ലാതെ എവിടുന്നെങ്കിലും മണ്ണ് വേറെ കുഴിച്ചെടുത്തിട്ട് ആ മണ്ണ് കൊട്ടയിലാക്കി കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിലിടുകയോ അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ്. എന്നിട്ട് ആ ഇടയ്ക്കുള്ള ആ കുഴികൾ ഈ ചപ്പ് ചവറെല്ലാം ഇട്ട് മൂടി വെക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എന്നിട്ട് കൈകൊണ്ട് അതിൻ്റെ ഇടവഴിയൊക്കെ, അതായത് ഈ ചിമ്പുകളുടെ ഇടഭാഗങ്ങളൊക്കെ കൈകൊണ്ട് വാരി മണ്ണ് ഇടുന്ന ഒരു സംവിധാനമാണ് ഈ കാണുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഒരു അടുത്ത ഈ മരുന്നടിക്കൽ എന്ന് പറയും ഏലത്തിന്. നമ്മുടെ ഈ പുഴു ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ തണ്ടുതുറപ്പൻ പോലെയുള്ള സാധനങ്ങൾക്കുള്ള സാധനങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേനൽക്കാലം ആകുന്നതോടുകൂടി ഇടയ്ക്കുള്ള ഈ ചപ്പ് ചവറുകളെല്ലാം വെട്ടി കാലം മൊത്തം ചെത്തി ഇല്ലൊരുക്കി ആ ചപ്പ് ചവറുകൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഈ ശരത്തിൽ പെടാതെ ഈ കൊണ്ടുവന്ന് അടുക്കി, അതായത് ചൂട് ഈ തണുപ്പ് നിലനിർത്തുന്ന ഒരു പ്രക്രിയയാണ് ഇനി അടുത്ത് ചെയ്യാനുള്ളത്. തൽക്കാലം ഇപ്പോൾ ഈ ഒരു മണ്ണിട്ട് ഈ ഒരു പ്രക്രിയ ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കും. അതിനുശേഷം പിന്നീട് ഒരു മാസത്തിന് മുമ്പ് ഇതുകൊണ്ട് ഈ മണ്ണ് വേറൊരു സ്ഥലത്ത് നിന്ന് കിളച്ച് എടുത്തു കൊണ്ടുപോയി ഇതിന് ചുവട്ടിലേക്ക് മണ്ണില്ലാത്ത സ്ഥലത്ത് തടം ഇട്ട് പിടിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതൊക്കെ അറിയാവുന്നവർക്ക് നിസ്സാരമാണ്, ഇല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ളവർക്ക് ഇല്ലെങ്കിൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു പരിഹാസമായിട്ട് തോന്നുന്നു. ഇത്ര നിസ്സാര കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ, കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലാത്ത, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ മേഖലയിലൊന്നും ഏലകൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമല്ല. ഈ അടുത്ത കാലത്താണ് ഇവിടെ ഏലം ഇത്ര കാര്യമായിട്ട് വെക്കാൻ തുടങ്ങിയത്. കാരണം മറ്റുള്ള കാര്യങ്ങളിലുള്ള ആദായക്കുറവ്, ഇത് ആദായം കിട്ടാനുള്ള സമയത്തിൻ്റെ ഒരു ലഭ്യത, അങ്ങനെ എല്ലാവരും ഇത് 2-ാം വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ആദായമാവും. അല്ലാത്ത ഏത് കൃഷി വെച്ചാലും നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ പ്രദേശം നോക്കി കഴിഞ്ഞാൽ കുരുമുളക് ഇതൊക്കെ കണ്ടാൽ അറിയാം, ഇതൊക്കെ നല്ല ഇനത്തിൽപ്പെട്ട കൊടികളായിരുന്നു. പക്ഷേ അതെല്ലാം നശിച്ചുപോയി. അത് ആദായത്തിലേക്ക് വരുന്ന ഒരു സമ്പ്രദായം കാണുന്നില്ല. കൊടി നല്ലൊരു കായായി വരുന്ന സമയത്ത് ആ കൊടി ഒന്നുകിൽ അതിൻ്റെ താങ്ങുമരം ഉൾപ്പെടെ ദ്രവിച്ചു പോകുന്നു, ഇല്ല നശിച്ചു പോകുന്നു. ഈ താങ്ങുമരം ഉണ്ടെങ്കിൽ കൊടി പോകുന്നു, കൊടി ഉണ്ടെങ്കിൽ താങ്ങുമരം പോകുന്നൊരവസ്ഥയിലേക്ക് ആയതുകൊണ്ടാണ് ഈ കൊടിയുടെ ഇടയ്ക്കിലൂടെയാണ് ഈ ഏലം ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സാമ്പത്തിക പിടിച്ചു നിൽപ്പിന് ഏലം ഉള്ളവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാനൊക്കെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്ത 2 വർഷമായിട്ട് സംഗതി മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു പരിചയക്കുറവ് ഈ കൃഷി ഭാഗത്ത് നമുക്കുണ്ട്. എന്തായാലും ഇതൊരു നല്ല കാര്യമാണെന്ന്. ഇനിയിപ്പോൾ ചെയ്യാനുള്ള പണി ഞാൻ പറഞ്ഞില്ല, അടുത്തൊരു കായെടുപ്പിന് ശേഷം അതിന് മരുന്നിനും ശേഷം നമ്മൾ പിന്നെ ഉള്ളവർക്ക്, കൂടുതൽ വേനലുള്ളവർക്ക് നനച്ചാൽ ആ വെള്ളം പാഴായി പോകാതെയും ചെറിയ രീതിയിൽ തണുപ്പ് എപ്പോഴും നിൽക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ ചപ്പുചവറുകൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് അടുക്കുന്നത്. അതുങ്ങൾ ചെയ്താൽ അത്യാവശ്യം അങ്ങനെ വലിയൊരു അധ്വാനം മറ്റുള്ള വിളകളെ അപേക്ഷിച്ച് ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഈ ഏലം. അതായത് ആ സമയാസമയത്ത് ചെയ്തു കൊടുക്കണം എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരുപാട് വലിയ അല്ലാത്തുള്ള വിളകളെ പോലെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള പണികളും ഇല്ലെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് തൊഴിൽ അറിയാവുന്നവർ വേണം എന്നൊന്നുമില്ല. ഇത് ആർക്കും ചെയ്യാവുന്നുള്ളൂ. നിലവിലിപ്പം നമ്മുടെ നാട്ടിൽ കണ്ട് അതിൻ്റെ ഇടവഴി ഉള്ള മണ്ണ് ഇട്ട് കൊടുക്കുന്നതാണ് കാണുന്നത്. ചിമ്പിങ്ങനെ വളർന്ന് പുറത്തേക്ക് പടർന്ന് വരുമ്പോഴത്തേക്കും അതിന് ഇടവഴി ഇങ്ങനെ മണ്ണ് ഇല്ലാതെ വരും. ആ മണ്ണ് ഇങ്ങനെ പുറത്തുനിന്ന് എടുത്ത് കൈകൊണ്ട് വാരിയോ തൂമ്പ കൊണ്ടോ ഒക്കെ ഇങ്ങനെ നൈസായിട്ട്, ഒത്തിരി കട്ടിക്ക് ഇത് ഇരിക്കത്തില്ല. അങ്ങനെയാണ് ആ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കണ്ടിട്ടുള്ളവർക്കൊരു മുഷിപ്പായിട്ട് തോന്നുമെങ്കിലും കാണാത്തവരെ സംബന്ധിച്ച് ഇതൊരു പുതിയ അറിവായിരിക്കും, ഇല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ളൊരു താല്പര്യം അവർക്ക് ഉണ്ടാകും എന്നാണ് എനിക്ക് ഇതുകൊണ്ട് തോന്നുന്നത്. അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഇത് ആർക്കെങ്കിലും ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരോ ഇല്ലെങ്കിൽ ഇത് കാണാൻ താല്പര്യമുള്ളവർക്കോ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലും ഉപകാരമായിരിക്കും. അത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഉള്ളൊരു പ്രേരകമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആദായം തരുന്ന ഒരു കൃഷി രീതിയാണ് ഏലത്തിൻ്റേത് ഇപ്പോൾ കാണുന്നത്. പിന്നെ കാലാവസ്ഥ വ്യതിയാനത്തിൽ 25 ഡിഗ്രി മുകളിലൊക്കെ ചൂടുള്ള സ്ഥലങ്ങളിൽ ഈ ഏലം ഇങ്ങനെ കണ്ടമാനം ചെടി വളരും തുടങ്ങി കഴിഞ്ഞാൽ അതിന് കായ്ഫലം കുറയും എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. തൽക്കാലം ഇവിടെ ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥയിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അതുപോലെ തീവ്ര മഴ വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകും. കണ്ടമാനം വേനലായി കഴിഞ്ഞാലും ഈ സാധനം നശിച്ചു പോകും. അങ്ങനെയൊരു ചില പ്രത്യേകതകളുണ്ട്, കാലാവസ്ഥയുടെ പ്രത്യേകതകൾ ഇതിനുണ്ട്. പക്ഷേ എവിടെ നട്ടാലും ഉണ്ടാകും. അത് ആദായത്തിൽ ഇല്ലെങ്കിൽ വരുമാനത്തിൽ അതിൻ്റെ ഒരു കുറവ് വരും എന്നുള്ളൊരു പ്രശ്നമേ അതിനകത്ത് നിലവിൽ കാണാനുള്ളൂ. അപ്പോൾ പറഞ്ഞതുപോലെ കഴിയുന്ന എല്ലാവരും ഇത് കാണുക. എന്നിട്ട് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇത് പ്രചരിപ്പിക്കുക. കഴിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.